ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉഷ ഗാർഡൻ വില്ലയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബോഗൺവില്ലേ പല വെറൈറ്റി ബോഗൺവില്ല ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു ബോഗൺവില്ല. ഈ ബോഗൺവില്ലയിൽ ഞാൻ 4 കളറ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുക. അതിന് ആദ്യം നമുക്ക് ഈ ബോഗൺവില്ല കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഇതിനു വേണ്ടി ഒരു ബ്ലേഡാണ് നമ്മൾ ഇതെടുക്കുന്നത്. ബ്ലേഡ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഈ ബ്ലേഡ് സ്റ്റെറിലൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇതെടുക്കുമ്പോൾ പുതിയ ബ്ലേഡാണ്, എന്നാലും ഞാൻ സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ 5 വെറൈറ്റിയിലുള്ള ബോഗൺവില്ല എടുത്തേക്കുന്നത്. ഇത് ചില്ലി ഐസ്ക്രീം, ഇത് പൈറോപ്പാൽ ഓറഞ്ച്, ഇത് ചിത്ര, ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി, ഒരു പിങ്ക് കളറ് നാടൻ ബോഗൺവില്ല. ഇത് നല്ല വെറൈറ്റിയാ. അപ്പോൾ ഇത്രയും കമ്പുകളാണ് ഞാൻ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇലകളെല്ലാം കട്ട് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വി ആകൃതിയിൽ കട്ട് ചെയ്ത് നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പം നമുക്കിത് ഈ ആകൃതിയിൽ കട്ട് ചെയ്യണം. 2 വശവും ഈ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ തൊലി നമുക്ക് ചെത്തി നടുക്കൂടെ ഒരു പോണ്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് കമ്പ് കീറിയിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് ഇറക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രാഫ്റ്റിംഗ് പേപ്പർ നമുക്ക് ഇച്ചിരി കട്ട് ചെയ്ത്, ഇതെല്ലാം ഓൺലൈനിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ 2 സൈഡ് നമ്മൾ അമക്കി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് പേപ്പർ കെട്ടാൻ. ഇത് ഗ്രാഫ്റ്റിംഗ് പേപ്പർ കെട്ടുന്നത് സക്സസ് ആയില്ലെങ്കിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കിളിക്കാനും പാടാം.
ഒരു കളറ് ഗ്രാഫ്റ്റ് ചെയ്ത് ഇനി അടുത്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഈ സിപ്പപ്പിൻ്റെ കവർ ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഇട്ട് കൊടുത്തെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പം നമ്മളിതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് എല്ലാം സിപ്പപ്പിൻ്റെ കവറിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരു 20 ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതിനകത്ത് ഇത് ഊരിക്കളയാവും. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് മുളകളൊക്കെ വന്ന് ഇതാക്കും. ഇത് ഇനിയും ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇത് തണലത്ത് എടുത്ത് വെക്കണം. വെയിലധികം കൊള്ളിക്കേണ്ട. അതിനുശേഷം നമ്മൾ വെയിലത്തെടുത്ത് വെച്ചാൽ മതി. അതുപോലെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മുടെ ബോഗൺവില്ലയിൽ പല കളറ് നമുക്ക് വെറൈറ്റി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും. ഇതെല്ലാം കൂടെ കിളിച്ച് കഴിഞ്ഞ് എല്ലാം കൂടെ പൂക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൂ കാണാം. അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു പാടുമില്ല നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ. ഒരു ചെടി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് സക്സസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചെടികളിലും നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോ എത്തുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.